സാമേ, നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം. ചുമ്മാ അടക്കണേ തീരുമാനിക്കുന്നത് നടന്നാ പോരെ? അയ്യോ, നിന്നെ പോലുള്ള മരത്തലന്മാരുടെ കൂട്ടുകെട്ടുകാരനാണ് ഞാൻ രക്ഷപ്പെടാത്തത്. അല്ലാതെ നിനക്ക് ബുദ്ധിയില്ല അഞ്ഞിട്ടല്ല. ഇല്ലടാ, എനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ പോലുള്ളമാരെ നായകനാക്കിയിട്ട് ഓരോ സാധനം ചെയ്യുന്നു. നീ അത് വിട്. ഞാനേ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തു. എന്താണോ നീ പരിപാടിയൊക്കെ വിട്ടിട്ട് ബ്രഹ്മാണ്ടം നോക്കണം. എടാ, ഈ ബ്രഹ്മാവും അണ്ടാവും ഒക്കെ എൻ്റെ മൂർധാവിനുണ്ട്. എനിക്കിപ്പോൾ ആവശ്യം അതൊന്നുമല്ല. എൻ്റെ അതേ ബ്രില്യൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കളിമാറും. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ കയ്യിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ മലയാള സിനിമയ്ക്ക് പുതിയ വാഗ്ദാനാണ്. ദി എക്സ്പ്ലോസീവ്ലി ടാലന്റഡ് DIG. നീ പറഞ്ഞതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് നിർത്തിയിട്ട് വല്ല പണിയെടുക്കാൻ നോക്കും. എടാ, വീട്ടുകാരുടെ പുച്ഛം, നാട്ടുകാരുടെ പുച്ഛം, ഇതൊക്കെ സഹിക്കാം. പക്ഷെ കൂട്ടുകാരുടെ പുച്ഛമുണ്ടല്ലോ, ഹൃദയഭേദമാണ്. സഹിച്ചോ? സഹിക്കാണല്ലോ. അയ്യേ, അവൻ്റെ മോളൊന്നും വിടായിരുന്നു. ഞാൻ ഊതി വിടായിരുന്നു, പറഞ്ഞു പോയാ. ഊതൻ ട്രാവൽസിന് എന്നെ ഊതുന്നുണ്ടല്ലോ, ഇനി അതിനകത്തോടെ കൂടെ മറ്റേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചേരണല്ലേ? ആ അതെ. ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു കേട്ടോ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടെ. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ട് കുറെ നാളായി. ഇദ്ദേഹമാണ് എഴുതിയത്, എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, ഹലോ ചേട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഓ പിന്നെന്താ. അല്ലെങ്കിൽ വേണ്ട, ചേട്ടനൊരു ഫോട്ടോ എടുത്ത് തന്നാൽ മതി. ഞാൻ ആ ഇവിടെ ചിരിച്ചോ ചിരിച്ചോ. അപ്പൊ ശരി, ഇനി ഇതുപോലത്തെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഞങ്ങളെ ഞെട്ടിക്കണം. ഓക്കെ ഓക്കെ ശരി. ഫോട്ടോ എന്താടാ പെട്ടെന്നൊരു ഫാൻ ഫോളോയിങ്? അടിപൊളിയായിട്ട്. ഞാനേ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. എടോ, താനാണോ പറഞ്ഞേ? എടുത്തോണ്ട് പോകണു. ഓരോരോ സാധനങ്ങളും കൊണ്ട് വന്നേക്കുന്നു. ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? Is that him? Might be. അവിനാഷ് അല്ലേ? അതെ. ഓ ഹായ് ഹായ് സർ. ഹായ് മാം, ഇരിക്കും. ഇരിക്കടോ. ഞാനൊരു കോഫി പറയട്ടെ? Yeah. ഹാ, സന്ദീപ് 2 കോഫി. ഓക്കെ. അവിനാഷിന്റെ റീസൺ വർക്ക്സ് ഞാൻ കണ്ടിരുന്നു. കൊള്ളാം. കൊള്ളാവുന്നല്ല, വെരി ഇംപ്രസീവ്. താങ്ക് യു മാം. താങ്ക് യു സർ. നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സജഷൻസ് കൂടി എപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ കഴിയുന്ന ഗിമിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം. താൻ തൻ്റെ വിനയം കൊണ്ട് വളരെ സിമ്പിളാന്ന് പറയുന്നു, പക്ഷേ ക്ലാസ്സിലുള്ള വർക്കാണ് അവിനാശിൻ്റെ. മാം, ഇങ്ങനെ കൊഴുത്തി കഴിഞ്ഞാൽ ചാർജ് വിട്ടുവിട്ടോ? താൻ ചാർജ് ചെയ്തോടോ. പക്ഷേ നമുക്ക് ഫ്രണ്ട്സൊക്കെ കണ്ട ഞെട്ടുന്ന ഒരു വീഡിയോ വേണം. ആ, അത് ചെയ്യാം. അതെനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ കൂടി ടേസ്റ്റ് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്യാറ്. അല്ല, നിങ്ങൾ ആക്ച്വലി ആരുടെ പാരൻസ് ആണ്? ചെക്കനെയാണോ പെണ്ണിൻ്റെയാണോ? ഇതാ പെണ്ണ്. ഇതാ ചെക്കൻ. ഓ, അൺഎക്സ്പെക്റ്റഡ് ആയില്ലേ? പിന്നല്ലാതെ. ഇത് നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയല്ലേ. ഞങ്ങളെപ്പോലുള്ളവർക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നൊരു ചാൻസ് അല്ലല്ലോ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കുക. അതെ അതെ. സോറി, ഞാൻ ഇപ്പോഴും ആ സ്വീറ്റ് ഷോക്കിലാണ്. ഞങ്ങളും. ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. എനിക്ക് അവിനാശിൻ്റെ പ്രായമുള്ള ഒരു മകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാം. ആ മോഹൻ, ഞാൻ വാഷ്റൂമിലോട്ടൊന്ന് പോട്ടെ. ഓക്കെ. തനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. ആക്ച്വലി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആദ്യമായിട്ടൊരു വർക്കിനെ പറ്റി ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവുന്നു. ഐ എം സോ ഹാപ്പി. രാധിക എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ട് പ്രേമം പറയാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അവളെ കിട്ടിയതാ. എൻ്റെ ആദ്യത്തെ കല്യാണം. അത് കാരണം കൊണ്ട് ഇത് ഗംഭീരമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നല്ലാതെ. നമുക്ക് ചോറാക്കാം. ഇവിടെ തൻ്റെ കാപ്പി വന്നില്ലൂടെ ഇതുവരെ? ഇപ്പം എത്തിക്കാം. എവിടെ സന്ദീപേ? എന്നാലും എൻ്റെ സാമ, ഞാൻ നിൻ്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരു ഫീല്. താങ്ക് യു. എല്ലാവരുടെ എഴുത്തിനോടാ. അങ്ങനെയല്ല, ഇത് ശരിക്കും നിന്റെ പെർഫോമൻസിന്റെ ബലത്തിൽ തന്നെ നിൽക്കണതാ. സുഹാന തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവള് പറഞ്ഞിട്ടാ ഞാൻ ആ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിലേക്ക് അയച്ചത് തന്നെ. ആഹാ, അപ്പൊ ഈ വർക്കിന്റെ പിതാവായ എന്നോടൊരു വാക്ക് പോലും ചോദിക്കണ്ട. എന്തിന്? താൻ എൻ്റെ പിതാവൊന്നുമില്ലല്ലോ. ഏത് ഹോസ്റ്റലിനെ അയച്ചേ? അതൊക്കെ ഉണ്ട് മോനെ. നീ കണ്ടോ? പി സുകുമാർ, സിമി മലയിൽ,
മുകേഷ്, പിന്നെ വേറെ ആരാണോ, ഇവരെല്ലാവരും വരുന്ന ഒരു കിടിലൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റാണ്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് സാമിനെ ഫസ്റ്റ് അടിക്കും. അല്ല, അതായത് ബെസ്റ്റ് ആക്ടർ സാം ആയിരിക്കും. അപ്പം മികച്ച തിരക്കഥാകൃത്ത് ആരാണ്? അതിൽ വലിയ പ്രതീക്ഷയില്ലടാ. ഇവൻ്റെ കാര്യത്തിൽ ആർക്കാ പ്രതീക്ഷയുള്ളത്? ഡേയ്, കുറച്ച് വലുതാ, ഒരു എഴുത്തുകാരനാണ്. എടാ, എഴുതിയത് നീയാണെങ്കിലും ഉണ്ടല്ലോ. എടാ, അത് അപാരമായിട്ട് പെർഫോം ചെയ്തത് ഇവനല്ലേ? അതും ഇവൻ. എടാ, സാമിന് എന്നെ എന്തായാലും മികച്ച നടനടിക്കും. അല്ലെങ്കിൽ നീ പറ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ നായകൻ നിർമ്മാതാവും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതാണ് മലയാള സിനിമയുടെ ശാപം. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവന് ഇനി എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും 1 ഗ്രാം വില കിട്ടില്ല. അതിന് നീ മലയാള സിനിമയിൽ ഇല്ലല്ലോ. അത് കാരണം അതുകൊണ്ട് മലയാള സിനിമ മര്യാദയ്ക്ക് പോകുന്നു. ഇനി ഞാനിവിടെ ഇരിക്കണം, നീയൊക്കെ പഠിക്കണം. അത് പോട്ടെ, നീ ആ ചായ ഗ്ലാസ് ക്യാൻറ്റീനിൽ വെച്ച് തകർക്കണ സീനിൽ അതൊന്ന് വെച്ച്. ആ, എൻ്റെ അമ്മൂ, സ്റ്റീവൻ സ്പിൽബർഗിനെ പോലെ ഉണ്ട്. പുള്ളി ഡയറക്ടറാണ്. പക്ഷെ നീ അടിപൊളി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. ഇത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ആവണം, ആയേ പറ്റുള്ളൂ. നമ്മുടെ ഈ വീഡിയോക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഈ പ്രായമായ കപ്പിൾസിന്റെ സേവതരി വീഡിയോ ഒക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരം അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. നീ ഇതെല്ലാം കേൾക്കുന്നുണ്ട? ഇവിടെ ശ്രദ്ധിക്കടാ, ഫോണെടുത്ത് തോട്ടിക്കളെ വിട്ടാ. ഇത് മനുഷ്യനെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തോണ്ടിരാൻ നോക്കുമ്പോഴാണ്. അതിന് ചേട്ടനെന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കണത്? നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്താൽ പോരെ? അതത്ര എളുപ്പമല്ല നിതിൻ. വെറുതെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അത് പാളിപ്പോവും. അവരുടെ പ്രായം അനുസരിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കണം. കറക്റ്റ്. എന്റെ മനസ്സിൽ 1-2 ഐഡിയാസ് ഉണ്ട്. അത് പേപ്പറിലാക്കിയിട്ട് ഞാൻ സാറിനോട് ഓക്കെ, ഗുഡ് ജോബ്. ഇവളുടെ കോൺസെപ്റ്റ് അല്ലേ, സൂപ്പർ ആയിരിക്കും. പ്രോബ്ലം സോൾവ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അവരുടെ മകൾക്ക് അവരുടെ കല്യാണത്തിൽ അത്ര ഇഷ്ടമല്ലെന്നാണ്. അവരെങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞില്ല, പക്ഷെ അവര് മകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പെയിൻ. സ്വന്തം കല്യാണത്തിന് മക്കള് പപ്പടം വിളമ്പിയില്ലെങ്കിൽ ആർക്കും കാണും ഒരു പെയിൻ. നീ ആ വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് നല്ല വൃത്തിയിടാവുന്നുണ്ട് കേട്ടാ. ഒരു തമാശ പറഞ്ഞല്ലേട്ടാ. അവിടെ മകൾക്ക് താല്പര്യമില്ല, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അവരുടെ കോണ്ടാക്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് അവരായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റണം. അയ്യേ, എന്തയ്യേ? അതൊക്കെ മോശമാണ്. നമ്മള് അതൊക്കെ അവര് തന്നെ പറഞ്ഞ് സെറ്റാക്കിയ പോരെ. അത് പോരാ, നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിൽ തീർച്ചയായിട്ടും വേണം. എടാ, നിനക്ക് എന്താ ഇത്ര മടി? നിനക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലേ? അല്ലടാ, പണിയെടുക്കാൻ മടിയായിട്ടല്ല, പിന്നെ ഫാമിലി ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ. വർക്ക് പോലും. എടാ, ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് കൂട്ടിയാൽ മതി, മനസ്സിലായോ? എടാ, ഇനി ഭാവിയിൽ ഇതുപോലത്തെ കല്യാണങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. എടാ, ഇതുപോലത്തെ മെജോറിറ്റി കല്യാണങ്ങൾ നടക്കാത്തതിന്റെ മെയിൻ റീസൺ അവരുടെ മക്കൾക്ക് ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? എടാ, ഒരാളെങ്കിലും മാറ്റി ചിന്തിക്കുവാണെങ്കിൽ എത്ര നല്ലതല്ലേ? അല്ലേ? അപ്പൊ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം. ഇതൊരു വലിയ ദൗത്യമൊന്നുമല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അവരുടെ കോണ്ടാക്ട് ഒപ്പിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എനിക്കൊരു മീറ്റിംഗ് ഒപ്പിച്ചെന്നാൽ മാത്രം മതി, മനസ്സിലായോ? നമുക്ക് നോക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചെയ്യ്, സെറ്റായിട്ട് വിളിക്കട്ടാ. എന്താടാ പറ. എടി, നീ നോക്കിക്കോളില്ലേ? നീ ഏറ്റെടുത്തപ്പോഴേ എനിക്ക് തോന്നി. എടാ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കടാ. എടാ, എന്താണ് ഇപ്പൊ നിന്റെ പ്രശ്നം? നീ ആദ്യമായിട്ടൊരു കഥ എഴുതി, നിന്റെ അഭിപ്രായ പ്രകാരം സാമയിൽ അഭിനയിച്ചു, അവൻ നന്നായിട്ട് അഭിനയിച്ച് അവന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അവനെ തിരിച്ചറിയുന്നുണ്ട്. അതിന് നിനക്ക് എന്ത് ഇത്ര വിഷമം? എടാ, അവനെ ആൾക്കാർ തിരിച്ചറിയുന്നൊന്നല്ല എന്റെ പ്രശ്നം. പിന്നെ എടാ, ഞാൻ നന്നായിട്ട് എഴുതിയോണ്ടല്ലേ അവന് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. പക്ഷെ ആൾക്കാരുടെ വർത്താനം കേട്ടാത്തൊന്നും എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഇപ്പൊ ആൾക്കാർ സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യടാ? എടാ, നീയും കൂടെ തുറന്നോടാ. എന്താ ഒരു കാര്യം പറയട്ടെ? നിരുത്സാഹ സംഭാഷണ ശകലം പാടില്ല പ്ലീസ്. വേണ്ട, ഇതൊരു ഓർമ്മ ശകലാണ്. അതെന്ത് ശകലം? നിനക്കൊരു ഓർമ്മയുണ്ടോ? അന്ന് മീനു നിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നന്നായെന്ന് പറഞ്ഞ നീയൊക്കെ കൂടി എന്തോരം എന്നെ തേച്ചൊട്ടിച്ചട ഇവിടെ കിടന്ന്. അത് എന്ത് ബന്ധം? ബന്ധമുണ്ട്. അത് ഫോട്ടോ വൈറലായി, ഇത് ഷോർട്ട് ഫിലിം വൈറലായി. എടാ, നിനക്കന്ന് ഇത്രയും പൊളിഞ്ഞത് ഞാൻ മനസ്സിലാക്കില്ലടാ. മനസ്സിലാക്കി, നന്നായി. പക്ഷെ നീ വിഷമിക്കണ്ട, ഈ ഷോർട്ട് ഫിലിം ചെയ്തതിന്റെ ഗുണം നിനക്ക് എന്തായാലും കിട്ടും. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നുള്ളതല്ല, നീ ഡിസേർവ് ചെയ്യുന്ന ഗുണം കിട്ടും. ആണല്ലേ?
ആ നന്ദി അഭി, 1000 നന്ദി. വിടറാ. ഐ, എന്നാലും നിനക്ക് അത് അത്രയും പൊളിഞ്ഞിരുന്നത് ഞാൻ മനസ്സിലാക്കിയില്ലേ. ഇപ്പൊ മനസ്സിലായല്ല? ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആ അതിന്റെ സന്തോഷത്തിൽ ഞാൻ നിനക്കൊരു കട്ടൻ ചായ ഇട്ട് തരട്ടെ. പാൽ ചായ മതി. പാലില്ല. ആ കട്ടണല്ലേ. ആ അഞ്ച്. സാമേ, നീ എന്തായാലും സിനിമയിൽ ട്രൈ ചെയ്യണം. ഇപ്പം തന്നെ ആൾക്കാർക്ക് നിന്നെ ഇഷ്ടമായി തുടങ്ങി. അഞ്ചു പറയുന്ന പോലെ ഒന്നുമല്ല, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന പോലെ സിനിമയ്ക്ക് ഒരുപാട് ദൂരെയാണ്. ഡി ഐ ചെയ്യാൻ എത്ര നാളായി? DG റൈറ്റർ അല്ലേ? അതുപോലെയല്ല ആക്ടേഴ്സ്. നല്ല ആക്ടേഴ്സിനൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ചാൻസ് ഉള്ള കാലമാണ്. ശരിയാണ്, പക്ഷെ എൻ്റെ ബിസിനസ് സ്വപ്നങ്ങളൊക്കെ. അതിനിപ്പോൾ എന്താ, ബിസിനസ് ആക്ടർ ആയാലും ചെയ്യാമല്ലോ. എത്ര ആക്ടേഴ്സാണ് ബിസിനസ് ഒപ്പം നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത്? ഒരേ സമയം തന്നെ അവർ നല്ല ആക്ടേഴ്സുമാണ്, നല്ല ബിസിനസ്സുകാരുമാണ്. ശരിയാണ്, എന്നാലും ഈ നീ ചെറിയൊരു കാര്യം. ഇത്രയും നാളും കാത്തിരുന്ന $1 million ഐഡിയ ഇതാണെങ്കിലോ? ഇതോ? ഒന്നുമില്ല, ഇനി പതുക്കെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങണം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ദേ. ഇപ്പം എങ്ങനെയുണ്ട്? എടാ സാമ, റിസൾട്ട് വന്നു. ഏ നോക്കട്ടെ. നോക്ക്. DG നോക്കട്ടെ. ആ നോക്ക്. മികച്ച സിനിമ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. മികച്ച സംവിധായകൻ സുഹാസ് KP. മികച്ച നടൻ ജിജു ജേക്കബ്. എടാ സാരം. യോ, മികച്ച തിരക്കഥ, തുടർക്കഥകൾ ദീപകിന്ദ്ര ഗോവിന്ദ്. പറ്റിക്കരുത്. പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ത്? നിന്റെ ടാലന്റ്. ഓ സത്യത്തില് നീ ഒരു അസൽ എഴുത്തുകാരനാണ്. നിന്റെ തിരക്കഥയുടെ ഒരു ശക്തിയാണ് ശരിക്കും പറഞ്ഞ ഇവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. കൺഗ്രാറ്റ്സ്ഡാ. താങ്ക് യു സാങ്കുട്ടാ. എടാ, നിന്റെ തിരക്കഥയുടെ ഒരു പവർ ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓഫ്, അടിപൊളിയാണ്. നിന്റെ അവസാനത്തെ ക്ലൈമാക്സിലെ തോട്ടുണ്ടല്ലോ, സൂപ്പർ. അപ്പോൾ എൻ്റെ ആക്ടിങ്. എടാ, നിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യിപ്പിച്ച എങ്ങനെയാ? ഇവന്റെ തിരക്കഥയുടെ ഗുണമല്ലേ ഇത്? എടാ, അതും വെറും തിരക്കഥയാണോ? അവാർഡ് കിട്ടിയ തിരക്കഥ. ഐ എം പ്രൗഡ് ഓഫ് യു മാൻ. അങ്ങനെ ആവട്ടെ. അപ്പോൾ ഞാനോ? നീയും പ്രൗഡ് ഓഫ് യു. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ പേരാരാണ് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുത്തത്? ഇന്ദുഗോപൻ എങ്ങനെയാടാ ഇന്ദിരാ ഗോവിന്ദനായത്? അത് ഞാനും ശ്രദ്ധിച്ചു. അതെ, ഞാൻ ഈ അവാർഡ് കിട്ടിയ സംഭവം സുഹാന അടുത്തൊന്ന് പോയി സർപ്രൈസ് ചെയ്തിട്ട് പ്രൊഡ്യൂസറാണ് അത്ര, പ്രൊഡ്യൂസർ. കൺഗ്രാറ്റ്സ് ബ്രോ. താങ്ക്സ് ഡാ. ദേ, ആയിരിക്കുന്നതാണ് കുട്ടി. പേര് ദിവ്യ. ജോലി ഇന്റീരിയർ ഡിസൈനർ. യെസ്, അവയുടെ പുതിയ സ്റ്റുഡിയോയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ ഗുഡ്. എന്ത് ഗുഡ്? അവരുടെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അവരിത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഇത്ര വിളിക്കോ? നീ പേടിക്കണ്ട, ഇന്ന് നീ അവർക്ക് ചെയ്യുന്ന ഉപകാരത്തിന് ഒരു നാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിവ്യ, അവിനാഷ്. ഹായ് അവിനാഷ്. പറയൂ അവിനാഷ്, എന്താണ് അവിനാഷിന്റെ മനസ്സിലുള്ള സ്റ്റുഡിയോ? സോറി ദിവ്യ, ദേഷ്യപ്പെടരുത്. ജസ്റ്റ് ഹിയർ മീ ഔട്ട്.
ആക്ച്വലി ഞാൻ സ്റ്റുഡിയോ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. എന്തായാലും ഭാവിയിൽ വേണ്ടി വരും. പക്ഷെ ഇപ്പം അതല്ല വിഷയം. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ദിവ്യ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഈഗോയുടെയും ഇഷ്ടക്കേടിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നടക്കരുതെന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? അതുമല്ല, സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് അത് നമ്മുടെ ജനറേഷനെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ? അവിനാഷ് ഇത് എന്താണ് പറഞ്ഞു വിടുന്നത്? ഞാൻ എന്ത് ഡിസിഷൻ എടുത്തതാണ് നിങ്ങൾക്ക് ഇത്ര പ്രോബ്ലം ആയത്? ദിവ്യയുടെ അമ്മയുടെ കല്യാണക്കാര്യം. അമ്മയുടെ കല്യാണത്തിന് എന്തു പറ്റി? ദിവ്യക്ക് ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? അമ്മ അങ്ങനെ പറഞ്ഞോ? ഇല്ല. പിന്നെ താൻ ചുമ്മാ അങ്ങ് സങ്കല്പിച്ചോ? അമ്മയുടെ കണ്ണിലെ പെയിൻ. എന്ത്? ഒന്നുമില്ല. എടോ, ഈ കല്യാണത്തിന്റെ ബ്രോക്കർ ഞാനാ. മോഹനങ്കിൾ ഈസ് ദ കൂളസ്റ്റ് പേഴ്സൺ ഐ നോ. ഞാൻ കട്ട സപ്പോർട്ടാടോ. ഓ, എന്നാലും താൻ ഇത്രയൊക്കെ സങ്കല്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. ആ, അല്ലെങ്കിലും പണ്ടേ അവിക്ക് ഇത്തിരി ആലോചന കൂടുതലായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങോട്ട് കലങ്ങിയില്ല അല്ലേ? എന്ത്? എടോ, ഇത് ഞാനാടോ, കുട്ടിയാനാ. എടി കുട്ടിയാനെ നീയാ? എന്നാൽ ഇത് എന്തൊരു മാറ്റം എന്റെ അമ്മേ. സർപ്രൈസ് ആയില്ലേ? സർപ്രൈസിന്റെ ഗോഡ് ഫാദർ മൊമെന്റ് ആണ്. അതാണ്, ഞാനാണ് അമ്മയെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അതെന്തായാലും നന്നായി. കോഫി വരട്ടെ? കോഫി മാത്രമാക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. മെനു നോക്കട്ടെ. ആ, കുട്ടിയാനെ തന്നെ, ഒരു മാറ്റമില്ല. ബോഡി ഷേമിംഗ് ആണ് കേട്ടോ. അയ്യോ സോറി. അയ്യോ, എന്തൊരു മാന്യനാ നോക്ക്. നേരത്തെ എന്താ പറഞ്ഞേ? സൊസൈറ്റി. അല്ല, നീ ഓർഡറിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. എവിടെ മെനു? എവിടെ? ഏയ്, അങ്ങനൊന്നുമില്ല. എനിക്ക് ഈ ശാന്തമായ അന്തരീക്ഷത്തെക്കാൾ ആളുകൾ നിറയുള്ള സ്ഥലത്തിന് എഴുതാനാണ് ഇഷ്ടം. യു നോ, ഐ ആം എ പീപ്പിൾസ് മാൻ. എടാ, എത്ര നേരം ഇന്ന് ഇറങ്ങടാ? ഒരു മണിക്കൂറായാലും ഇന്നത്തെ. കയറാൻ പറ്റേ? എന്താണ്? അതായത് ഈ മികച്ച തിരക്കഥക്കുള്ള അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ പറയാൻ വേണ്ടി ഞാനൊരു സ്പീച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേട്ട് കണ്ണു നിറഞ്ഞിട്ട് നീ നീരാടാൻ പോയാൽ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഏയ്, നീ എവിടെ ഇരിക്കും? നീ ഇരിക്കേ. പ്രസംഗം കിടുവാണ്. നമസ്കാരം. ഈ ഒരു അവാർഡ് തന്നതിൽ സന്തോഷം, നന്ദി. എനിക്ക് ഈ ഒരു വേദി കിട്ടാൻ കാരണം എൻ്റെ കൂട്ടുകാരായ അവിനാശും സാമുമാണ്. സത്യം പറഞ്ഞാൽ അവരില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. എൻ്റെ നായകൻ സാം, അവൻ ഈ ഒരു കൊച്ചു സിനിമയിൽ അഭിനയിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. സിനിമ എന്താണ്, അഭിനയം എന്താണ് എന്നറിയാതെ, ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ കുഞ്ഞിനെ പോലെ അവൻ കൈയും കാലും ഇട്ട് അടിച്ച് അഭിനയിച്ച് വലിപ്പിച്ചതാണ് നിങ്ങൾ കണ്ടു. സ്വൽപ്പ സമാധാനം കൊടുത്തരാ. മാത്രം വേണം. കുറച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ സംവിധായകൻ അവി ഒരു സാധാരണ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫർക്ക് താങ്ങുന്നതിനപ്പുറമായിരുന്നു എൻ്റെ ഗഹനമായ തിരക്കഥ. ഇതിൻ്റെ തിരക്കഥ വളരെയധികം അതിനെക്കുറിച്ച് പഠിച്ച ശേഷമാണ് അവൻ ഇത് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ ക്ഷീണം ഇപ്പോഴും അവൻ്റെ മുഖത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ങടാ താങ്ങ്. ഇപ്പൊ നിന്റെ മുഖത്തെ കുറച്ച് ക്ഷീണം ഉണ്ടാക്കി തരട്ടെ? എൻ്റെ പയ്യനോട് കൊടുത്തേക്ക്. അഞ്ജു, കുറച്ച് ബിസി ആയിരുന്നു സാം. ആ പറയും. ആന്റിയുടെ വീട്ടിൽ വരെ പോയതായിരുന്നു. മറ്റേ ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. സാം എന്താ വിളിച്ചേ? ആ അതെ, നാളെ മറ്റേ ഓഡിഷൻ എത്ര മണിക്കാ? ഇപ്പൊ വരാൻ തീരുമാനിച്ചോ? ആ ഗുഡ്. ഗോൾഡ് സർക്കിൾ ഒരു 10 മണിയാകുമ്പോ തന്നെ എത്തണം. ലേറ്റ് ആവരുതേ. ഹേയ്, ഞാനങ്ങനെ ഒരിടത്തും ഇതുവരെ ലേറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ രാവിലെ കാണാം കേട്ടോ. ആരുടെ തെണ്ടി? ഞാൻ. നീയാണ് സംവിധായകൻ, നീയാണ് സിംഗം. കൈവിടെ